ആവണി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. നീ കളരി പഠിക്കാൻ പോകുന്നതിനോട് എനിക്ക് ദേഷ്യമുണ്ടായിരുന്നു. പക്ഷേ അതും നിന്റെ രക്ഷയ്ക്കാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ദാമോദരൻ ചേട്ടൻ കൊടുത്ത ചായ മാത്രമേ അവൾ കഴിച്ചുള്ളൂ. ദോശയും ചട്നിയും അവൾ പൊതിഞ്ഞെടുത്തു. നീ ഒന്നും കഴിക്കണ്ട. നീ കഴിച്ചെങ്കിലേ പണി ചെയ്യാനുള്ള ആരോഗ്യം കിട്ടൂ. അദ്ദേഹം ദേഷ്യപ്പെടുന്നത് പതിവാണ്. കൊടുക്കാമെന്നേറ്റ തുണിത്തരങ്ങളെല്ലാം അവൾ വേഗം അന്ന് തയ്ച്ചു കൊടുത്തു. പോരാൻ നേരം രമണി ചേച്ചി റൂമിലേക്ക് വരുന്നത് കണ്ട് അവൾ കുശലാന്വേഷണം നടത്തി. എന്തായിരുന്നു ആവണി അവിടുത്തെ പ്രശ്നം? ഇവിടെല്ലാം അത് പരന്ന തയ്യൽ കമ്പനിയിൽ അതൊരു പറച്ചിലു തന്നെ ആയിരുന്നു. രമണി ചേച്ചി ബാക്കി കേൾക്കാൻ കാതോർത്തു. പാവങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടല്ലോ, ചെറ്റകൾ കാരണം. ആവണിയെ പറഞ്ഞ് സമാധാനിപ്പിച്ചതിന് ശേഷമാണ് അവർ തിരികെ പോയത്. ധൈര്യമായിട്ട് ഇരുന്നോണം. ഏതവനായാലും നല്ല പിച്ചാത്തിയൊന്ന് കയ്യിൽ കരുതിക്കോണം. ആവണി തലയാട്ടി. തിരികെ പോകുമ്പോൾ മുത്തുവിൻ്റെ കടയിലേക്ക് അവളൊന്ന് പാളി നോക്കി. 2 ദിവസമായി അയാളെ കണ്ടിട്ട്. എന്താണെന്നറിയില്ല. കാണാനുള്ള ആഗ്രഹമാണോ എന്നറിയില്ല. പക്ഷേ ആവണിക്ക് നിരാശയായിരുന്നു ഫലം. ആ കട അടച്ചിരുന്നു. രാവിലെ വന്നപ്പോൾ എന്തൊക്കെയോ മനസ്സിലോർത്ത് സൈക്കിൾ ചവിട്ടുകയായിരുന്നു. ആ കടയിലേക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അയാൾ കട തുറന്നില്ലെങ്കിൽ തനിക്കെന്താണ്? അയാൾ തൻ്റെ ആരാണ്? ആരുമല്ല. മനസാക്ഷിയെ ബോധിപ്പിക്കാൻ അവൾ ഒന്ന് പരിശ്രമിച്ചു.